പ്രൈസ് ദി ലോർഡ്. സർവ്വ ഐശ്വര്യങ്ങളുടെയും ദാതാവും ഉറവിടമായ സർവേശ്വരന്റെ ശ്രേഷ്ഠമേറിയ നാമം അനുഗ്രഹീതമായ ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത വിവാഹ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ദൈവസഭയുടെ പന്തളം സെൻട്രൽ ശുശ്രൂഷകനും പന്തളം പ്രാദേശിക സഭാ ശുശ്രൂഷകൻ കൂടിയായിരിക്കുന്ന റവറൻഡ് പാസ്റ്റർ എബ്രഹാം മാത്യു അവർകൾ, ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ആശീർവദിക്കാൻ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന കേരള സ്റ്റേറ്റ് ദൈവസഭയുടെ കൗൺസിൽ മെമ്പർ, എഡ്യൂക്കേഷൻ ഡയറക്ടർ, ബൈബിൾ സ്കൂൾ അധ്യാപകൻ, മുളക്കുഴ പ്രാദേശിക ദൈവസഭാ അധ്യക്ഷൻ, കൺവെൻഷൻ പ്രാസംഗികൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ദൈവവേളയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഞങ്ങളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന റവറൻഡ് ഡോക്ടർ ഷിബു കെ മാത്യു അവർകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രത്യേക കെസിയായുടെ പ്രാദേശിക സഭാധ്യക്ഷൻ കൂടിയായിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ CP രാജു അവർകൾ, അതുപോലെ വേദിയിലായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, ദൈവദാസന്മാർ, എല്ലാവരുടെയും പേര് വിവരിച്ച് പറയുക അസാധ്യമാണല്ലോ. ഇന്ന് ചില മിനിറ്റുകൾക്കകം അനേക ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും സാന്നിധ്യത്തിൽ സ്വർഗീയ ആശീർവാദത്തോടെ കരം കോർത്ത് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ 1000 നക്ഷത്രങ്ങളുടെ തിളക്കത്തോടെ, പുഞ്ചിരി വിതറുന്ന മുഖത്തോടെ, ഉള്ളിൽ ഒത്തിരി സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്ന നിയുക്ത വധൂവരന്മാർ എബ്രഹാം ആൻഡ് കെസിയ, ഇരുഭവനങ്ങളിലെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേക ദൈവദാസന്മാരുടെ പേര് ചിലരുടെ പേരെടുത്താൽ പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഞാൻ വളരെ പിതൃതുല്യം സ്നേഹിക്കുന്ന, നിഷ്കളങ്കതയുടെ പര്യായമായിട്ട് പലപ്പോഴും ഞാൻ പറയുന്ന ഒരു പേരാണ് പല പ്രസംഗ സന്ദർഭങ്ങളിലും. ജേക്കബ് സാർ എന്നെ തിരുവചനം പഠിപ്പിച്ചിട്ടുള്ള തിരുവല്ലയിൽ മണിക്കച്ചിറ ഷാരോൺ ചർച്ചിലെ പാസ്റ്ററും ബൈബിൾ സ്കൂൾ പ്രിൻസിപ്പൽ, വിവിധ തലങ്ങളിൽ കർത്താവിന് വേല ചെയ്യുന്ന അനുഗ്രഹീതനായ ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജെറിൻ തെരകത്തിനാൽ ഭവനത്തിലെ ഒരു അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും കാരക്കാട് ദൈവസഭയ്ക്ക് ഒത്തിരി താങ്ങും തണലുമായിരിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് തെരകത്തിനാൽ. എല്ലാ കുടുംബങ്ങളും അതിൽ തമ്പിച്ചാന്റെ കുടുംബത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തമ്പിച്ചാന്റെ സഹോദരങ്ങൾ ഉണ്ട്. പാസ്റ്റർ ഷാജി കാരക്കാട് അവരുകൾ വേദിയിലായിരിക്കുന്നല്ലോ. അതുപോലെ ബ്രദർ സൈച്ചാൻ, അതുപോലെ വിജു പാസ്റ്റർ, ഷിബുച്ചാൻ, ഇങ്ങനെ സഹോദരങ്ങൾ, അവരെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കെസിയയെക്കുറിച്ചും എബ്രഹാമിനെ കുറിച്ചും ഒക്കെ ചില വാക്കുകൾ പറയണമെന്നുണ്ട്. ഇതാണ് അതിനുള്ള സന്ദർഭമെങ്കിലും സമയം അനുവദനീയമല്ലാത്തത് കൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും വിവാഹ നിശ്ചയത്തിലും ഇപ്പോൾ ഇവർ വിവാഹത്തിലും ഇവരുടെ വസ്ത്രധാരണത്തിൽ എനിക്ക് ഒത്തിരി മതിപ്പ് തോന്നാനിടയായി. ഞാനത് അവരുടെ മാതാപിതാക്കളോട് പറയാനിടയായി. വളരെ മാന്യമായി അത് അവരുടെ മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക അപ്രീസിയേഷന്റെ ആവശ്യമുണ്ട് അതിന്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ആ ഭവനത്തിനകത്തുള്ള ആത്മീക സ്ഥിതിയുടെ വിശേഷതയാണ് എന്ന് ചിന്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. എനിവേ, ഒരു ചെറിയ കുറിവാക്യത്തിലൂടെ എൻ്റെ ഹ്രസ്വമായ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ഉത്തമഗീതം 5-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഇസ്രയേലിലെ മധുരഗായകൻ എന്നറിയപ്പെട്ടിരുന്ന ദാവീദ് രാജാവിന്റെ 10ാമത്തെ പുത്രനും ബേർശെബയുടെ 2ാമത്തെ സന്താനവും ഇസ്രയേലിന്റെ 3ാമത്തെ രാജാവുമായി യെരൂശലേമിൽ നിന്നുകൊണ്ട് സകല ഇസ്രയേലിനെ മടക്കി ഭരിച്ച ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ കരുത്തുറ്റ കരാങ്കുലങ്ങളിൽ പരിശുദ്ധാത്മാവ് പിടിപ്പിച്ച പൊൻതൂലികയുടെ സ്വർഗീയ ചലനത്താൽ ഉളവായതും
സനാതനനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിനുള്ളിൽ മറവായിരുന്നതുമായ സാക്ഷാൽ മണവാട്ടിയാകുന്ന സഭയെയും മണവാളനാകുന്ന ക്രിസ്തുവിനെയും കുറിച്ചുള്ള മറനീക്കിയ പ്രദർശനമാണ് ഉത്തമഗീതത്തിന്റെ താളുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരേ സമയം തന്നെ പ്രകൃതിയുടെ ആഴങ്ങളിലേക്കും സ്വർഗാതിസ്വർഗങ്ങളുടെ ഉന്നതികളിലേക്കും മനുഷ്യ മനസ്സുകളെ കൊണ്ടുപോയി ആനന്ദപളകം കൊള്ളിക്കുവാൻ കഴിയുന്ന വേറൊരു പുസ്തകമുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. കേവലം ക്യാമ്പസ് കാണുകളിൽ കാതോട് കാതടക്കം പറയുന്ന കൊച്ചു വർത്തമാനങ്ങളോ ലിഖിത രൂപങ്ങളിൽ കൈമാറുന്ന ലേഖനങ്ങളോ SMS-ഉം ചാറ്റിങ്ങും പോരാഞ്ഞിട്ട് മണിക്കൂറുകളോളമുള്ള മൊബൈൽ പ്രയോഗങ്ങളുമൊക്കെയാണ് യഥാർത്ഥ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന യുവതലമുറയുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന എത്ര കോരിയാലും പറ്റാത്ത ദൈവ സ്നേഹത്തിന്റെ ഉറവയാണ് ഉത്തമഗീതത്തിന്റെ താളുകൾ. സാമാന്യക്കാർക്ക് അത് നിരർത്ഥകമെന്ന് തോന്നുമെങ്കിലും സൂക്ഷ്മജ്ഞാനികൾക്ക് നിർവൃതീകരണങ്ങളായ അനേക വർണ്ണനകളും തത്വരത്നങ്ങളും ഒക്കെ ആലേഖനം ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു കാവ്യകുസുമമാണ് ഉത്തമഗീതം. അതിലെ കഥാപാത്രങ്ങളെയും കഥാരംഗങ്ങളെയും ഒക്കെ കുറിച്ച് നേരിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വേദപണ്ഡിതാക്കൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത്തരം വിഷയങ്ങളെ അപ്രധാനമായി കണ്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ചില വിഷയങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ച ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് നാം വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഒന്ന് പോയി അതിലെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പാലസ്തീൻ നാടിന്റെ വടക്ക് ഇസാഖാർ ഗോത്രം വകയായി ശൂനേം അഥവാ ശൂലേം എന്നൊരു നാടുണ്ടായിരുന്നു. അവിടെയുള്ള ഇടയകുടികളിൽ ഒന്നിൽ കാമനീയകത്തിൽ ധാമം പോലെ അതീവ സുന്ദരിയായ ഒരു പെൺപൈതൽ ജനിക്കാനിടയായി. ഇടയന്മാരായ അവളുടെ സഹോദരന്മാർക്കൊപ്പമാണ് അവൾ വളർന്നത്. അതുകൊണ്ട് തന്നെ ബാല്യദാരഭ്യ അവളുടെ തൊഴിലും അജപാലനം തന്നെയായിരുന്നു. ആ തൊഴിൽ ചെയ്തു വരുമ്പോൾ വിപുത സുഭകനായ ഒരു യുവാവിനെ അവൾ കണ്ടുമുട്ടുവാനിടയായി. അതിന്റെ സന്ദർഭം കിഴക്കാന്തുക്കായി കിടക്കുന്ന പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് പതിച്ച തന്റെ ആട്ടിൻകുട്ടികളിൽ ഒന്നിനെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായിയായി അവൾ നിൽക്കുമ്പോൾ സ്വജീവൻ തണവൽ ഗണിച്ചുകൊണ്ട് ഒരിടയച്ചെറുക്കൻ ആ ആട്ടിൻകുട്ടിയെ രക്ഷിച്ച് അതിന്റെ പ്രാണൻ രക്ഷിച്ച് അവളുടെ കയ്യിൽ ഏൽപ്പിക്കുവാനിടയായി. അപ്രകാരം ചെയ്ത അവളോട് ദൃഷ്ടമാത്രേ അവർ അനുരാഗബദ്ധരായി തീരുവാനിടയായി. തുടർന്നുള്ളതായ അനുരാഗ സംഭാഷണങ്ങൾക്കൊടുവിൽ അവർ ഒരുമിച്ച് ജീവിക്കുവാൻ ഹൃദയനിർണയം ചെയ്ത് അവിടെ നിന്ന് പിരിയുവാനിടയായി തീർന്നു. ഇങ്ങനെ ഇരിക്കെ ഒരിക്കൽ ശലോമോൻ രാജാവ് അതുവഴിയായി എഴുന്നള്ളി വരികയും തന്നെ അഭിവാദ്യം ചെയ്യുവാനെത്തിയ ഘോഷാങ്കനങ്ങളുടെ കൂട്ടത്തിൽ പ്രസ്തുത കന്യകാരത്നത്തെ കാണുകയും അവരുടെ രൂപഗുണത്തിൽ ആകൃഷ്ടനായി തീരുകയും ആ തരുണിയെ കൊണ്ട് തന്റെ ജീവിതം സഫലീകരിക്കണമെന്നുള്ള തന്റെ ഇംഗിതത്തെ അവളുടെ സഹോദരന്മാരെ അറിയിക്കുകയും ചെയ്തു. തങ്ങളുടെ സഹോദരിയെ രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഒരു സ്പൃഹണീയ വിഷയമായി കരുതി അവർ അവളെ നിർബന്ധിക്കുവാനിടയായി. എന്നാൽ തന്നംഗമിക ഏകനങ്ങ് തീറുകൊടുത്തു പോകയാൽ തനിക്കതിൽ സമ്മതമല്ല എന്നുള്ള വസ്തുത സനിഷ്കർഷം അവൾ തന്റെ സഹോദരന്മാരെ അറിയിച്ചു. ഇവൾ ഇത്ര നിർബന്ധം പറവാൻ കാരണമായിരിക്കുന്ന യുവാവിനെ ഇനി കൂടെ കൂടെ കാണുന്നതിനും സംഭാഷിക്കുന്നതിനും ഇടകെട്ടത്തക്ക രീതിയിൽ ഇനി ഇവളെ അജപാലനത്തിന് അയക്കണ്ട എന്നും നമ്മുടെ സ്വന്തം മുന്തിരിത്തോട്ടത്തിന് കാവൽക്കാരിയാക്കി ഇരുത്തിയാൽ മതിയെന്നും ആ സഹോദരന്മാർ ചട്ടം കെട്ടുവാനിടയായി. എന്നാൽ തന്റെ പ്രേമഭാജനവുമായി സംസാരിക്കുവാനും ഇടപെടുവാനും അവസരം കിട്ടുന്നതിനെ തടയുന്ന ആ ജോലിയിൽ അവൾ തീരെ അനാസക്തിയായി തീരുകയും ഏതാനും നാൾ തന്റെ പ്രിയനുമായി സംസാരിപ്പാനോ ഇടപെടുവാനോ കഴിയാതെ വന്നപ്പോഴേക്കും പ്രേമം പൂർവാധികം വർദ്ധിച്ച് അവൾ തന്നെ ഏൽപ്പിച്ചിരുന്ന ജോലിയിൽ നിന്ന് അതിൽ നിരുത്തരവാദിത്വം കാണിക്കുവാൻ തുടങ്ങി. അവൾ മറ്റൊരുവനിൽ അനുരക്തയാണെന്നും തന്റെ ധർമ്മഭക്തിയാകുന്നതിൽ അവൾക്ക് താല്പര്യമില്ല എന്നുള്ളതും രാജാവ് അറിയുവാനിടയായി. രാജഭക്തിയാകുന്നതിൽ അവൾക്ക് താല്പര്യമില്ലാത്തത് അവൾ അപരിഷ്കൃതയായ ഒരു പെൺകുട്ടിയായതുകൊണ്ടാണെന്നും എന്റെ രാജധാനിയിൽ വന്നു ചേർന്ന് അവിടെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ കണ്ടാൽ അതിൽ ആകൃഷ്ടയായി തീർന്നാൽ അവൾ സസന്തോഷം തന്റെ ഭാര്യാപദം സ്വീകരിക്കും എന്നും നിശ്ചയിച്ച് ലെബാനോനിലുള്ള തന്റെ രാജധാനിയിൽ ആൾക്കാർ മുഖേന്തരം അവളെ കൊണ്ടുവന്ന് അവിടെയുള്ള പള്ളിയറയിലാക്കുവാനിടയായി. ഇതാണ് ഉത്തമഗീതത്തിന്റെ പ്രാരംഭ ഭാഗം നമ്മൾ കാണുന്നത്. എന്നാൽ പള്ളിയറയിലാക്കപ്പെട്ട ശേഷവും ജാഗ്രത സ്വപ്നങ്ങളിൽ അവളുടെ ചിന്തകൾ മുഴുവൻ
പ്രിയനെ കുറിച്ച് മാത്രമായിരുന്നു. യെരുശലേം പുത്രിമാർ അവളുടെ ചുറ്റുമിരുന്ന് രാജപത്നിയായി തീർന്നാൽ ഉണ്ടാകാമെന്ന അനേക നന്മകളെക്കുറിച്ച് അവളോട് വിശദീകരിക്കുകയും അവളെ പലമാതിരി നിർബന്ധങ്ങൾ കഴിക്കുകയും ചെയ്തു. എന്നാൽ അവയെല്ലാം നിഷ്ഫലമാകുകയും മേൽക്കുമേൽ തന്റെ പ്രിയനോടുള്ള അനുരാഗം പൂർവാധികം വർദ്ധിച്ചു വരികയും ചെയ്യും. ഇത് കണ്ടപ്പോൾ യെരുശലേം പുത്രിമാർ അവളോട് ചോദിക്കുന്ന ചോദ്യമാണ്: സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ഇന്നും നേരിടുന്നൊരു ചോദ്യമാണ്: എന്താണ് യേശുവിന് മാത്രം ഇത്ര പ്രത്യേകത? മറ്റാർക്കുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് യേശുവിനുള്ളത്? ഉണ്ട്. മറ്റാർക്കും പറയാനില്ലാത്ത ചില പ്രത്യേകതകൾ യേശുവിന് പറയാനുണ്ട്. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ചില പ്രത്യേകതകൾ യേശുവിന് പറയാറുണ്ട്. എന്നാൽ ഈ പ്രത്യേകതകളെ കുറിച്ച് ആരാഞ്ഞറിയുന്നവൻ താമസമേന അവന്റെ ഹൃദയത്തിന്റെ കവാടം മലർക്കെ തുറന്ന് ആ യേശുവിനെ അവരുടെ പ്രാണപ്രിയനായി സ്വീകരിക്കും എന്നുള്ളതാണ് അതിലേറെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. അവൾ തന്റെ പ്രിയന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ജെറുസലേം പുത്രിമാരോട് വിശദീകരിക്കുകയാണ്. അതാണ് നാം കുറിവാക്യമായി വായിച്ച വേദഭാഗം. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകൾ കരികയുള്ള പ്രാവുകൾ പോലെയാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടം പോലെയാകുന്നു. ഇങ്ങനെ വിശദീകരണം താഴേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സർവലോകത്തെയും ക്രിസ്തുവിങ്കലേക്ക് ആകർഷിച്ച 2 പ്രത്യേകതകൾ മാത്രം വിശദീകരിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ. 2 നിറങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെള്ള വിശുദ്ധിയെയും സമാധാനത്തെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന നിറമാണ്. ജീവിത വിശുദ്ധി ജീവിതത്തിന്റെ സൗന്ദര്യമാണ് എന്ന് തന്നെ പറയണം. അതെ, എന്റെ പ്രിയന്റെ വിശുദ്ധി മറ്റാരോടും തുല്യപ്പെടുത്തുവാൻ കഴിയാത്ത വിധം ഉത്തമമാണ് എന്നവൾ ഉറക്കെ പ്രസ്താവിക്കുകയാണ്. അവിടുന്ന് സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നെങ്കിലും ലോകത്തിന്റെ പാപങ്ങളൊന്നും തന്നിലേശാതെ നീതിമാനെന്നും വിശുദ്ധനെന്നും ലോകത്തെ കൊണ്ട് സാക്ഷ്യം പറയിച്ചവൻ, പരിശുദ്ധൻ 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 എന്ന് പേരായവൻ, എണ്ണമറ്റ ഭാര്യമാരെയും അതിനൊത്ത വെപ്പാട്ടിമാരെയും കൊണ്ട് ജീവിതം അശുദ്ധമാക്കാത്ത എന്റെ പ്രിയൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്. യേശുവിന് തുല്യം ചൊല്ലാൻ, വിശുദ്ധിയിൽ യേശുവിന് തുല്യം ചൊല്ലുവാൻ ഈ ഭൂമിയിൽ ആരുമില്ല. അതെ, താൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ താൻ വേളി കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന മണവാട്ടിയും പരിശുദ്ധയായിരിക്കണമെന്ന് ആ മണവാളൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, മണവാട്ടി സഭ പരിശുദ്ധ സഭയാണ്. മണവാട്ടി സഭ വിശുദ്ധ സഭയാണ്. മണവാട്ടി സഭ വേർപെട്ട സഭയാണ്. ബഹുദൈവ വിശ്വാസങ്ങൾ, വിഗ്രഹാരാധന, മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയുള്ള അനാചാരങ്ങളിൽ നിന്നും മദ്യപാനം, വെറിക്കൂത്ത്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ, അശുദ്ധ ജീവിതം, പക, പിണക്കം, വിദ്വേഷം തുടങ്ങിയുള്ള ദുഷ്പ്രവർത്തികളിൽ നിന്നുമൊക്കെ വേറിട്ട് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന സഭയാണ് വിശുദ്ധ സഭ, മണവാട്ടി സഭ. ആ സഭയെ ചേർക്കാനാണ് വാനമേഘങ്ങളിൽ നമ്മുടെ കർത്താവ് എഴുന്നള്ളുവാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രത്യേകത വളരെ എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ. ചുവപ്പ് സൗന്ദര്യലോകത്തിൽ വെള്ളയും ചുവപ്പും കലർന്ന മനുഷ്യ ശരീരത്തിന്റെ നിറം ഏറ്റവും ഉദാത്തമായി കണക്കാക്കപ്പെടുകയാണ്. നിണത്തിന്റെ നിറമായ ചുവപ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ വീണ്ടെടുപ്പിൻ സ്വഭാവത്തെ, പ്രിയന്റെ വീണ്ടെടുപ്പിൻ സ്വഭാവത്തെ പ്രകടമാക്കുന്നതാണ്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഒന്നിന്
അതിന് തുല്യമായതോ അതിലേറെയോ വില നൽകി വീണ്ടെടുക്കുന്നതിനെയാണ്, തിരികെ നേടുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. തന്റെ നഷ്ടമായ അജത്തെ സ്വപ്രാണൻ വകവെക്കാതെ വീണ്ടെടുത്ത് നൽകിയ ആ പ്രിയനിൽ വീണ്ടെടുപ്പിൻ സൗന്ദര്യത്തെ അവൾ ദർശിച്ചതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. നിഴലായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രിയൻ മറ്റാരുമല്ല, പാപത്താൽ നിത്യനരകത്തിന് വിധിക്കപ്പെട്ടിരുന്ന സകല മാനവരാശിക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുക്കുവാൻ സ്വർഗാദി സ്വർഗങ്ങൾ വിട്ട് ദൈവീക മഹത്വം ഉപേക്ഷിച്ച് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് നന്മ ചെയ്ത് കഷ്ടം സഹിച്ച് ക്രൂശ് ചുമന്ന് ആ ക്രൂശിൽ തറക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന് നമ്മുടെ പ്രാണപ്രിയനായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമല്ല. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി നൽകി നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തു ഇപ്രകാരം മനുഷ്യനെ സ്നേഹിച്ച, ആരാധനയ്ക്ക് യോഗ്യനായ ഒരു പ്രിയരെയും ഈ ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ല, ഇനി കാണത്തതുമില്ല. അതേ ലോകത്തിലെവിടെയും മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ കഴിയുന്നത് യേശുവിനല്ലാതെ വേറെ ആർക്കുമല്ല. അതിന് ഒരിക്കലും വേറെ ആർക്കും സാധിക്കത്തതുമില്ല. അതുകൊണ്ട് ശൂലേംകാരത്തിയോട് ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയട്ടെ, വിശുദ്ധിയിലും വീണ്ടെടുപ്പിലും അതുല്യനായ ആ പ്രിയന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാർ. പൗലോസിന്റെ ഭാഷ അല്പം കൂടെ ദൃഢതയുള്ളതായി എനിക്ക് തോന്നുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ജെറുസലേം പുത്രിമാരെ നിങ്ങളുടെ പ്രലോഭനത്തിന്റെ വാക്കുകൾക്കോ രാജാവിന്റെ കൊട്ടാര തുല്യമായ അനുഭവങ്ങൾക്കോ അവിടുന്ന് വെച്ച് നീട്ടുന്ന രാജ്ഞി പദവിക്കോ ഈ വകയ്ക്കൊന്നും എന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന, ഞാൻ വേളിക്കായി കാത്തിരിക്കുന്ന ആത്മമളവാണലുമായുള്ള ആഴമേറിയ ബന്ധത്തിൽ നിന്ന്, ആഴമേറിയ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. എന്റെ പ്രാണപ്രിയനായ യേശുവിന് പകരമാകുവാൻ ആർക്കും കഴിയത്തില്ല. ആ പൊരുളിന്റെ ഒരു നിഴലാണ് ഇവിടെ സംഭവിക്കുന്നത്. അതെ, കെസിയയുടെ ജീവിതത്തിൽ എബിന് പകരമാകുവാൻ ആർക്കും കഴിയത്തില്ല. എബിൻ എന്ന് ഞങ്ങൾ വിളിക്കുന്നു, എന്റെ വായിൽ അങ്ങനെ വരത്തുള്ളൂ. എബ്രഹാം എന്ന പേര്. പ്രൈസ് ദി ലോർഡ്. എബ്രഹാമിന്റെ ജീവിതത്തിൽ കെസിയായ്ക്ക് പകരമാകുവാൻ ആർക്കും കഴിയത്തില്ല. നോ വൺ കൻ റീപ്ലേസ് കെസിയ ഇൻ എബ്രഹാംസ് ലൈഫ്. തിരിച്ചങ്ങനെയും അതെ, പകരമാകുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെ പ്രാണപ്രിയനായ യേശുവിന് പകരമാകുവാൻ ആർക്കും കഴിയാത്തതുപോലെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എന്നേക്കാൾ ഒത്തിരി പ്രായമുള്ള ബഹുമാന്യരായ വ്യക്തികളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെക്കുറിച്ച് പലപ്പോഴും നിങ്ങൾ കുറ്റമുള്ള വാക്കുകൾ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം, അവർക്ക് പകരമാകുവാൻ ആർക്കും കഴിയത്തില്ല. അതെ, ഒരു കാര്യം കൂടെ, you both together are going to start a new home. You are going to start the construction of a new home under the plan of God the Almighty, the wonderful engineer. ഏറ്റവും മഹത്തായ എഞ്ചിനീയറാണ് ദൈവം. അവിടുന്ന് തരുന്ന പ്ലാൻ അനുസരിച്ചാണ് നിങ്ങളുടെ ഭവനം നിങ്ങൾ പണിയുന്നതെങ്കിൽ അതൊരിക്കലും തകർന്നു പോകത്തില്ല. ദൈവമാണ് ഏറ്റവും നല്ല എഞ്ചിനീയർ. And you can be a queen in that home as long as you accept him as your king. ഞാൻ നമ്മുടെ ഓവർസിയറുടെ വാക്ക് കടമെടുത്ത അത് പറയുന്നത്, ബഹുമാന്യനായ ഓവർസിയർ അദ്ദേഹത്തെ എത്രത്തോളം കാലം ഒരു രാജാവായിട്ട് അംഗീകരിക്കുന്നു അത്രത്തോളം കാലം കെസിയായിക്ക് ആ ഭവനത്തിൽ ഒരു രാജ്ഞിയായിട്ട് വാഴാൻ കഴിയും. ഭർത്താവിന് വീട്ടിൽ എന്തു വിലയാണോ കൊടുക്കുന്നത് അതായിരിക്കും ഭാര്യയ്ക്കുള്ള മാന്യത എന്ന് പറയുന്നത്. നിങ്ങൾ ഭർത്താവിന് ഒരു യാചകന്റെ വിലയാണ് കൊടുക്കുന്നെങ്കിൽ ഭാര്യയ്ക്ക് ഒരു യാചകന്റെ ഭാര്യയുടെ വിലയാണുള്ളത്. നിങ്ങളുടെ ഭർത്താവിന് വീട്ടിൽ ഏറ്റവും നല്ല സ്ഥാനമാണ് കൊടുക്കുന്നെങ്കിൽ അത്രയും മഹത്തായിരിക്കും ഭാര്യയ്ക്ക് വീട്ടിൽ ലഭിക്കുന്ന സ്ഥാനം.
അതുകൊണ്ട് ലോകത്തിൽ ബന്ധങ്ങൾ പലവിധമുണ്ട്. സുഹൃത്ത് ബന്ധം, രക്തബന്ധം, തൊഴിൽപരമായ ബന്ധങ്ങൾ, അങ്ങനെ വിഹിതവും വിഹിതമല്ലാത്തതുമായ ഒത്തിരി ബന്ധങ്ങൾ. എന്നാൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നതും ആഴമേറിയതും ദൈവത്താൽ സ്ഥാപിതമായതുമായ ഒരു ബന്ധമുണ്ട്. വിശുദ്ധ വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്ന അസ്ഥിബന്ധം. അത് ഭാര്യ ഭർത്തൃബന്ധമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത വളരെ സെൻസിറ്റീവാണ്, സൂക്ഷ്മ സംവേദനക്ഷമതയുള്ളതാണ്. എന്ന് പക്ഷേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തൊട്ടാവാടി ശൈലിയാണ്. അതുകൊണ്ടാണ് അതിനെ ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ്, മാംസം കൊണ്ട് പൊതിഞ്ഞ്, രക്തധമനികൾ കൊണ്ട് പൊതിഞ്ഞ് വളരെ സൂക്ഷ്മമായി അതിനെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നന്നായി അത് കൈകാര്യം ചെയ്യണം. പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുള്ള ചില സാധനങ്ങളുടെ മുകളിൽ എഴുതി വെച്ചിരിക്കും ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. സോ ഫാമിലി ലൈഫ്, ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. സാധാരണ വിവാഹവേദികളിൽ പ്രസംഗങ്ങളുടെ വിഷയങ്ങൾ ഒത്തിരിയാണ്. ക്ഷമ, ഐക്യത, കരുതൽ, പരസ്പര ധാരണ, പരസ്പരം പങ്കുവെക്കൽ, കീഴ്പ്പെട്ടിരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. തക്ക തുണയായിരിക്കുക, സന്താനവർദ്ധനവ്, ഉത്തരവാദിത്വം തുടങ്ങിയ അങ്ങനെ. എന്നാൽ സകലത്തെയും ചേർത്ത് ഒറ്റ വാക്കിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ഞാൻ താല്പര്യപ്പെടുക: സ്നേഹിക്കുക. കാരണം സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം. ഏത് ബന്ധവും പൂർണ്ണതയുള്ളതായി തീരണമെങ്കിൽ അതിനിടയിൽ സ്നേഹമുണ്ടായേ മതിയാകത്തുള്ളൂ. ഒത്തിരി ബന്ധങ്ങളുണ്ട്. ഞാൻ ഓർപ്പിച്ചു, അപ്പൻ മക്കൾ ഒരു ബന്ധമാണ്, മാതാവ് പിതാവ് ബന്ധമാണ്, സഹോദരങ്ങൾ ബന്ധമാണ്. പക്ഷെ ഈ ബന്ധങ്ങൾക്കിടയിൽ സ്നേഹമില്ല എങ്കിൽ ഇതെല്ലാം ഒരു ബന്ധനമായി മാറും. അങ്ങനെ ഒരു ബന്ധനത്തിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്, സ്നേഹമില്ലാത്ത ഒത്തിരി ബന്ധങ്ങൾ. എന്നാൽ ഒരു വലിയ കെട്ടിടം പണിയുമ്പോൾ അടുക്കി വെച്ചിരിക്കുന്ന കട്ടകൾക്കിടയിൽ സിമെന്റും മണലും ഒക്കെ ചേർത്തുള്ള ഒരു മിശ്രിതം പശയായി നിറയ്ക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളും, കാറ്റാകട്ടെ മഴയാകട്ടെ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം അത് ബലവത്തായി തീരുന്നത് പോലെ ബന്ധങ്ങൾക്കിടയിൽ സ്നേഹമെന്ന പശ നിറയ്ക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും കുടുംബം നിലനിൽക്കുവാനിടയായി തീരും. അതുപോലെ തന്നെ അതേ പശ കൊണ്ട് കട്ടകൾക്കിടയിലുള്ള വിടവുകൾ അടയ്ക്കുന്നത് ക്ഷുദ്രജീവികളുടെ പതിയിരിപ്പുകൾ തടയുവാനിടയാകും. അങ്ങനെയാണെങ്കിൽ അസൂയ, പിണക്കം, കലഹം, വിദ്വേഷം, അഭിപ്രായ ഭിന്നത തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ പതിയിരിപ്പുകൾ തടയുവാൻ സ്നേഹം കൊണ്ട് നമ്മുടെ മതിലുകൾ വളരെ ഭംഗിയാക്കേണ്ടതായിട്ടുണ്ട്. അതെ, പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ തന്നുകൊണ്ട് പ്രദർശിപ്പിച്ച അനുഗ്രഹീതമായ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു മനോഹരമായ കുടുംബജീവിതം പണിതെടുക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇന്നിവിടെ നടക്കുന്ന നിഴലായ വിവാഹത്തിന്റെ പൊരുളായ വിവാഹം താമസമിന സംഭവിക്കാൻ പോകുകയാണ്. അതൊരു രാജകീയ വിവാഹമാണ്. കേവലം മാസങ്ങൾ കൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ കൊണ്ട് നടത്തിയ ഒരു വിവാഹത്തിന്റെ ശുശ്രൂഷയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ 2000-ൽ പരം വർഷങ്ങൾ കൊണ്ട് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിവാഹം നാം കാണുവാൻ പോകുകയാണ്. അവിടെ ഇതാ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ ആത്മമണവാളൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാ. മഹത്വം വിതറുന്ന രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് അവിടുന്ന് എഴുന്നള്ളി വരുമ്പോൾ മൂറും ലവംഗവും ചന്ദനവും പോലെയുള്ള സുഗന്ധവർഗത്തിന്റെ സൗരഭ്യം ത്രിലോകങ്ങളിലും പരക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അലൗകിക സംഗീതത്തോടും വാദ്യഘോഷങ്ങളോടും അനേകം ദൂതന്മാരുടെ അകമ്പടിയോടും വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുവാൻ കാലമായി. മണവാളൻ മാത്രമല്ല, മണവാട്ടിയും കാന്തയും തന്നെത്താൻ ഒരുക്കുകയാണ്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായി തേജസ്സോടെ നിൽക്കുവാൻ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുകയാണ്. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തിയാകുന്ന അവിശേഷ വസ്ത്രം. കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവനെ അനുഗമിക്കുന്ന കാന്തയാം സഭ മണവാട്ടിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ക്രിസ്തുവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് വചനമനുസരിച്ച് വേർപാടും വിശുദ്ധിയും കാത്തുസൂക്ഷിച്ച് ശോഭാ പരിപൂർണയായി നമ്മുടെ ആത്മമണവാളനെ എതിരേൽപ്പാൻ അവനുമായുള്ള വേളിക്കായി നമുക്കൊരുങ്ങാം. മിന്നോ,
പൊന്നോ കുരിശോ മാലകളോ കൊട്ടോ കുരവയോ ഒന്നുമില്ലാതെ അദൃശ്യനായ ദൈവത്തിന്റെ ദിവ്യമായ ആശീർവാദത്തോടെയും അനേക ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും അനുഗ്രഹത്തോടെയും നിയുക്ത അഭിഷക്തന്റെ മുഖ്യ കാർമ്മികത്വത്തോടെയും അനുഗ്രഹീതമായ ഒരു വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങൾക്ക് പ്രിയ സഹോദരൻ എബ്രഹാമിനും കെസിയായിക്കും എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും അഭിവൃദ്ധിയും സന്തോഷ സമൃദ്ധിയും സമാധാന സമൃദ്ധിയും സന്താന സമൃദ്ധിയും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ട് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. പിതാവായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും പുത്രൻ തമ്പുരാനാൽ ഉറപ്പിക്കപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്നതുമായ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട രണ്ട് യുവമിഥുനങ്ങൾ